മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പരാതിക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. മോൻസനുമായി നടത്തിയത് ഹവാല ഇടപാടെന്ന ഡിവൈഎസ്പി വൈആർ റസ്റ്റത്തിന്റെ ആരോപണം വ്യാജമെന്ന് പരാതിക്കാർ. മോൻസനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ബാങ്ക് രേഖയുണ്ട്. അതേസമയം റസ്റ്റം ഭീഷണിപ്പെടുത്തി തുക കൈപ്പറ്റിയെന്ന ആരോപണം പരാതിക്കാർ ആവർത്തിച്ചു. ഇതിന്റെ തെളിവുകൾ നാളെ ഇഡിക്ക് കൈമാറുമെന്നും പരാതിക്കാർ. ഞങ്ങളുടെ പണം ഹവാലയാണ്, ഞങ്ങൾ കൊടുത്തിട്ടില്ല, തെളിവില്ല. ഇതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം മോൻസൺ മാവുങ്കൽ പറ്റിച്ച് തട്ടിയെടുത്ത പണം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് ഇപ്പോൾ ഡിവൈഎസ്പി ചെയ്യുന്നത്. ഞങ്ങൾ ഹവാല പണമാണെങ്കിൽ അത് ഈ പുറത്തുനിന്ന് നമ്മൾ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ വഴി കൊണ്ടുവരുന്ന പണത്തിനെയാണല്ലോ ഹവാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി തന്നെ ഇത് ഇത്തരത്തിലുള്ള പണമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് CBIക്ക് വിടണം. അതേസമയം മോൻസൺ മാവുങ്കലുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ക്രൈംബ്രാഞ്ച് ആരോപണവും പരാതിക്കാർ നിഷേധിച്ചു. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്താൻ പറ്റുന്ന ഒരു ഇടമാണോ അത്? അതൊരു കടയുടെ PWD റോഡിൻ്റെ സൈഡിൽ കസേരയിട്ട് നടത്തുന്ന ഒരു സർബത്ത് കടയാണ്. നാളെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു സർബത്ത് കുടിക്കുന്ന ഇടത്ത് വയ്യാർ റഷ്ടം വന്നാൽ പോലും സാറേ എന്തുണ്ട് വിശേഷം ചോദിക്കുക. അതൊരു മാനുഷികമായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. അതാണ് ഇദ്ദേഹം ഗൂഢാലോചന നടത്തി ഞാൻ മോൻസനുമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി നടത്തിയിട്ടുണ്ട് അദ്ദേഹം അത് പറ. മോൻസന്റെ ജീവനക്കാരെയും പാർട്ട്ണർമാരെയും കേസിൽ നിന്നൊഴിവാക്കിയത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനെന്നും പരാതിക്കാരുടെ ആരോപണം. കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് ഇവരുടെ വാദം. അതേസമയം പരാതിക്കാർ മോൻസന് നൽകിയതിൽ ഹവാല പണവുമുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.